സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർമാർ സമരത്തിലേക്ക്. ആദ്യഘട്ടമായി സൂചനാ പണിമുടക്ക് സമരം നടത്തി. ചൊവ്വാഴ്ച മുതൽ OP ഉൾപ്പെടെ ബഹിഷ്കരിച്ച് സമരം ശക്തമാക്കാനാണ് PG ഡോക്ടർമാരുടെ തീരുമാനം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ PG ഡോക്ടർമാർ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. എല്ലാ മാസവും ആദ്യ ആഴ്ച തന്നെ സ്റ്റൈപ്പൻഡ് ലഭ്യമാക്കുമെന്നായിരുന്നു ഇവർക്ക് ലഭിച്ച ഉറപ്പ്. എന്നാൽ ഈ മാസം ഇതുവരെയും ഇവർക്ക് സ്റ്റൈപ്പൻഡ് ലഭിച്ചിട്ടില്ല. സംസ്ഥാനത്തെ മറ്റു മെഡിക്കൽ കോളേജുകളിലെല്ലാം PG ഡോക്ടർമാർക്കുള്ള സ്റ്റൈപ്പൻഡ് ലഭിച്ചെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രമാണ് ലഭിക്കാത്തതെന്ന് ഇവർ പറയുന്നു. ഈ അവഗണനയിൽ പ്രതിഷേധിച്ച് അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് PG ഡോക്ടർമാർ. ഗ്രാജുവേറ്റ് അസോസിയേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സ്റ്റൈഫൻഡ് അത് എല്ലാ മാസവും ആദ്യത്തെ ആഴ്ചയിൽ ഇല്ലെങ്കിൽ കൂടിപ്പോയാൽ 10 എന്തെങ്കിലും ഒരു ഡിലേ ഉണ്ടായാൽ 10-ാം തീയതിക്കുള്ളിൽ ഞങ്ങൾക്ക് തന്നോളാമെന്നുള്ളൊരു കരാറുള്ളതാണ്. നമുക്ക് മാത്രമാണ് ഇവിടെ ഒരു വേർതിക്യം കാണിക്കുന്നത്. കാരണം ബാക്കിയുള്ള ഈ കോളേജിലെ എല്ലാ സ്റ്റാഫുകൾക്കും അവരുടെ ശമ്പളം ഓൾറെഡി 2-ാം തീയതി തന്നെ ക്രെഡിറ്റ് ആയി. PGക്കാർക്ക് മാത്രം ഇത്രയും ദിവസമായിട്ടും ക്രെഡിറ്റ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് KMPGയുടെ ഭാഗത്തുനിന്ന് ഇന്നലെ ഫൈനാൻസ് മിനിസ്റ്ററെ കണ്ടിരുന്നു. മാഡം ഒരു 2 days 48 hours ആണ് ടൈം പറഞ്ഞിരുന്നത്. പക്ഷെ അത് മൺഡേ ആണ് തീരുന്നത്. അപ്പം മൺഡേയും കൂടി ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. സമരത്തിന്റെ ആദ്യപടിയായി സൂചനാ പണിമുടക്കം നടത്തി PG ഡോക്ടർമാർ പ്രതിഷേധിച്ചിരുന്നു. ചൊവ്വാഴ്ച മുതൽ OP ഉൾപ്പെടെ ബഹിഷ്കരിച്ച് സമരം ശക്തമാക്കാനാണ് തീരുമാനം. നിലവിൽ ഡോക്ടർമാരുടെ ക്ഷാമം നേരിടുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ PG ഡോക്ടർമാരും സമരത്തിലേക്ക് കടക്കുമ്പോൾ അത് ആശുപത്രി പ്രവർത്തനത്തെയും രോഗികളെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ന്യൂസ് മലയാളം, കോഴിക്കോട്.